PCOS വൈദ്യനിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുകയും അതനുസരിച്ച് ഭക്ഷണ പഥ്യങ്ങൾ നോക്കുകയും ചെയ്താൽ നമുക്ക് PCOS മാറ്റിയെടുക്കാം. അങ്ങനെ എടുത്ത ഒരു 23 വയസ്സ് ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് പീരീഡ്സ് റെഗുലർ അല്ല, വരികയാണെങ്കിൽ തന്നെ ബ്ലീഡിങ് ഓവറായിട്ട് വരിക, PCOSന്റെ ഒരുവിധ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് PCOSന് ചികിത്സിക്കാൻ വരുമ്പോൾ ഒരു 3 മാസം പഴക്കമുള്ള സ്കാനിങ് റിപ്പോർട്ട് ആണെങ്കിൽ വേറെ മരുന്നുകളൊന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കഴിച്ചു നിർത്തി 2-3 മാസമായി എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ സ്കാനിങ്ങിന് വിടാറില്ല. ആ ഒരു ഇത് വെച്ചിട്ട് ആദ്യത്തെ 1-2 സെറ്റുകൾ ഞാൻ മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തു വിട്ടിട്ട് ഒരു 3 മാസം മരുന്ന് കഴിച്ചു കഴിയുമ്പോഴാണ് ഈ കുട്ടിയെ ഞാൻ രണ്ടാമതൊരു സ്കാൻ ചെയ്തത്. അപ്പൊ അതിൽ നന്നായിട്ട് 2 ഓവറിയിലും നല്ലപോലെ പെരിഫറി അറേഞ്ച്ഡ് ഫോളിക്കിൾസ് എന്നുള്ള രീതിയിലായിരുന്നു PCOS ഉണ്ടായിരുന്നത്. എൻഡോമെട്രിയം തിക്നെസ് ഒന്നും നോർമൽ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ശരിയായ രീതിയിൽ ആദ്യം തന്നെ പഥ്യത്തിന്റെ കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ പ്രിന്റഡ് നോട്ട് ഉണ്ട്, ഞാൻ ആ പഥ്യം കയ്യിൽ കൊടുക്കും. ഇത് നോക്കി ഇത് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി, അല്ലാണ്ട് വെറുതെ കാശ് കളയരുത് എന്നുള്ള അഡ്വൈസ് ആണ് ആദ്യം കൊടുക്കുക. അങ്ങനെ ഈ കുട്ടിക്ക് ഞാനൊരു 3 മാസം മരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് സ്കാൻ ചെയ്തു. അപ്പൊ സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് PCOD ഉണ്ട്. പഴയ സ്കാനിങ്ങും ഇതും കൂടി വെച്ച് നോക്കിയപ്പോൾ എൻഡോമെട്രിയം ഡെവലപ്മെന്റിനൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. 3-4 മാസത്തെ മരുന്ന് കഴിച്ചപ്പോൾ ആ കുട്ടിക്ക് റെഗുലർ ആയിട്ട് പീരീഡ്സ് ആവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു 6 മാസം കഴിഞ്ഞ് രണ്ടാമതൊരു സ്കാൻ ചെയ്തു. അങ്ങനെ ഏതാണ്ട് ഒരു വർഷത്തിൽ ഞാൻ 2 സ്കാൻ മാക്സിമം, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാൽ ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു സ്കാൻ ചെയ്യും, എൻഡോമെട്രിയം ഒക്കെ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ. അങ്ങനെ ഒരു വർഷം ഈ കുട്ടി എൻ്റെ അടുത്ത് മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 6 മാസം കഴിഞ്ഞ് പീരീഡ്സ് ഒക്കെ റെഗുലർ ആയി വന്നു, വെയിറ്റ് ഒക്കെ കുറഞ്ഞു, ബാക്ക് പെയിൻ മാറി, പീരീഡ്സിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, നല്ല ബ്ലീഡിംഗ് ഒക്കെ ആയി വന്നപ്പോൾ നമ്മൾ രണ്ടാമത് സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ കുട്ടിയുടെ 2 ഓവറിയും PCOD മാറിയ നിലയിലാണ്. അതിന്റെ സ്കാൻ ചെയ്ത റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ PCOD മാറ്റാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയാൻ പറ്റും എനിക്ക്, കാരണം ഒരുപാട് പേരുടെ PCOD ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ PCOS മാറില്ല എന്നാരും വിചാരിക്കരുത്. മാറണം എന്ന ചിന്തയോടുകൂടി ചികിത്സ എടുത്താൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും.